പ്രൈസിനോട് ഇന്ന് പകൽക്കാലവും ദൈവസന്നിധി പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ നമുക്കായിരിക്കാം. ദൈവശബ്ദം കേൾക്കണമെന്നും എന്നോട് ഇടപെടണമെന്നും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നൊക്കെ ആരെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ കർത്താവ് ഇന്ന് പകൽക്കാലവും അവരോട് ഇടപെടുന്ന ദിവസമാകും. പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ദൈവപാദപീഠത്തിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. സൃഷ്ടിയുടെ ആരംഭം മുതൽ നമുക്ക് മനസ്സിലാക്കാം, സകലതും നല്ലതും ദൈവം കണ്ടു. തിന്മയുടെ അനുഭവങ്ങളെ മനുഷ്യൻ വിളിച്ച് പറയുന്നത് എന്തും കർത്താവ് നന്മയാക്കും. സകലവും നന്നായി അവൻ ചെയ്യുന്നു. എടുത്തു പറഞ്ഞാൽ ചെയ്യുന്നതെല്ലാം നല്ലതിനാ. എല്ലാ മണ്ഡലങ്ങളും ഇടപെടുന്ന ഒരു ദൈവം തകർച്ചയത്തോടും നിന്ദയത്തോടും മഹാവ്യാധിയത്തോടും മനോവേദനയത്തോടും തലകുനിഞ്ഞിരിക്കുന്ന വിഷയത്താണെങ്കിൽ കർത്താവ് തൊടും. പക്ഷേ കർത്താവിന് വേണ്ടി നിന്നാൽ മാത്രം മതി. കർത്താവിന് വേണ്ടി നിൽക്കണം. കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ഏലിയാവിനെ വിളിച്ചതും നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കും മനസ്സിലാകും. ഏലിയാവിനെ വിളിച്ചതും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ഏലിയാവിനെ അഭിഷേകം ചെയ്തത്. ഏലിയാവ് കുറച്ചൊക്കെ പുറകോട്ട് പോയെങ്കിലും ദൈവം അവനെ സ്വർഗത്തിലേക്ക് എടുത്തു. പിന്നീട് മരുഭൂമിയിൽ കാണുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇനിയും ലോകത്തിലേക്ക് വരുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഏലിയാവ്. അവസാന കാലങ്ങളിൽ ചില തെറ്റുകൾ വന്നതുപോലെ നമുക്ക് തോന്നാം. ചൂരച്ചിലയുടെ തണലിൽ പോയതോ സാരഫാത്തിലെ വിധവയുടെ അടുത്ത് പോയതോ അല്ല. ഏലിശയെ അഭിഷേകം ചെയ്തതിനു മുമ്പേ ഏലിയാവിനോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ല, ഏലിശ ചെയ്തു. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അത് നന്നായി കാണുവാൻ കഴിയുന്നു. ജീവിതത്തിൽ എല്ലാം ഉള്ളപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആത്മീയതയല്ല. എല്ലാം എതിരാകുമ്പോഴും നമുക്ക് വേണ്ടി ആരും സംസാരിക്കാൻ ഇല്ലാതാകുമ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മീയത എന്ന് പറയുന്നത് ആ സമയത്ത് ദൈവത്തോട് അടുക്കുന്നതാ. മോശ പറയുക, ഞാൻ വിക്കനാണ്, ഞാൻ ദൈവസാന്നിധ്യം അനുഭവിച്ചത് എൻ്റെ വിക്ക് കാരണമാണ്, ഞാൻ കൊലപാതകനായി തീർന്നുകൊണ്ടാ, ഞാൻ ദൈവത്തിൽ നിന്ന് ഓടി അകന്നതാ, പക്ഷെ എന്നെ മാറ്റിയത് കർത്താവാ. ചിലപ്പോൾ ചോദിക്കുമ്പോൾ കർത്താവ് എല്ലാം തന്നു കാണും. രാജാക്കന്മാരുടെ പുസ്തകം ഏലിയാവ് എന്ന മനുഷ്യനെ വെള്ളം കിട്ടി, വിശപ്പിന് ആഹാരം കിട്ടി, പ്രാർത്ഥിച്ച് കർമ്മയിൽ തീ ഇറക്കി. കേരിത്തോട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ആഗ്രഹിച്ച പോലെ ദൈവത്തോട് അടുക്കാൻ കഴിഞ്ഞില്ല. ഏലിയാവിന് ദൈവത്തിൻ്റെ മനസ്സിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കേരിത്തോട്ടിലേക്ക് ഏലിയാവിനെ അയച്ചത് എന്തിനാണെന്നറിയാമോ? ഏലിയാവിൻ്റെ മാത്രം ദാഹം മാറ്റാനല്ല, അനേകരുടെ ദാഹം മാറ്റാനും അനേകരെ ആശ്വസിപ്പിക്കാനുമാ. സാരഫാത്തിലെ വിധവയുടെ അടുത്ത് അയച്ചത് എന്തിനാണെന്നറിയാമോ? വേദനയിലായിരിക്കുന്ന ചിലരുടെ ആശ്വാസത്തിനും. അവിടെയും ഏലിയാവിൻ്റെ വിശപ്പടക്കി. ദൈവശബ്ദം കേൾക്കാൻ തയ്യാറായില്ല. ഏലിയാവ് പറയുന്നതെല്ലാം ദൈവം കേൾക്കുക, എന്നാൽ ദൈവശബ്ദം തിരിച്ചറിയാൻ ഏലിയാവിന് കഴിഞ്ഞില്ല. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കേൾക്കാം, പ്രായമാകട്ടെ, ജോലി കഴിയട്ടെ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നാം ഓർക്കണം, നമ്മുടെ മുൻപിൽ അങ്ങനെ ഒരു സമയം കിട്ടുമോ? അങ്ങനെ ഒരു സമയം ഉണ്ടാകുമോ? നാം എത്ര ക്ഷണികരാ. സംഘത്തിന് 102:14 ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാ. 103 സങ്കീർത്തനം 15 വാക്യം പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. അങ്ങനെ ദൈവശബ്ദം നാം തിരിച്ചറിയണം. മൃദുസ്വരം കേൾക്കാൻ ജീവിതത്തിൻ്റെ തിരുക്കൾക്കിടയിലും നാം തയ്യാറാകണം. ദേശം മുഴുവന് വെള്ളമില്ലാതെ ആയപ്പോൾ ആഹാബും ഇസബേലും മാനസാന്തരപ്പെടാന്നുകൊണ്ട് ദൈവം ഏലിയാവിനോട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, കർമ്മേൽ പർവ്വതത്തിൽ ചെന്ന ദൈവം ആരാണെന്ന് തെളിയിക്കുക, സത്യദൈവം ആരാണെന്ന് തെളിയിക്കുക. ഒരവസരം കിട്ടി ദൈവം ആരാണെന്ന് തെളിയിക്കാൻ. ബലിപീഠത്തിന്മേൽ കാഴ്ച വസ്തുവിനെ വെച്ചു പ്രാർത്ഥിച്ചു. വാലിൻ്റെ വിഗ്രഹം അതിൻ്റെ അകത്തേക്കൊന്നും വന്നില്ല. ഏലിയാവ് സത്യദൈവത്തോട് പ്രാർത്ഥിച്ചു, അതിൻ്റെ മേൽ തീ ഇറങ്ങി, ദൈവം ആരാണെന്ന് തെളിയിച്ചു. ഇന്നും നമ്മളും ഇങ്ങനെയൊക്കെയല്ലേ? പെട്ടെന്ന് കിട്ടുന്ന അത്ഭുതം, പെട്ടെന്ന് കിട്ടുന്ന അതിശയം, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം കിട്ടണം. മറ്റൊരു പ്രശ്നവും നമുക്ക് വരില്ല, മറ്റൊരു പ്രതിസന്ധിയും നമുക്ക് വരില്ല, മറ്റൊരു വേദനയും നമുക്ക് വരില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ തീ ഇറങ്ങണം, ചോദിക്കുമ്പോൾ വെള്ളം കിട്ടണം, ചോദിക്കുമ്പോൾ അപ്പം കിട്ടണം, നമ്മുടെ കലത്തിലെ മാവ് കുറയില്ലേ, ഭരണിയിലെ എണ്ണ തീർന്നു പോകില്ല. പക്ഷേ ദൈവമക്കളാവുന്ന നമുക്ക് ചിലതൊക്കെ തരുന്നത് മറ്റുള്ളവരുടെ ആശ്വാസത്തിനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി കരയാനുമാ. ദൈവം നമ്മുടെ ഈ ചിലത് കലത്തിലെ മാവ് തരുന്നതും ഭരണി എണ്ണ തീർന്നു പോകുന്നതും. ഇതൊക്കെ ഏലിയാവിന് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചിന്ത ഏലിയാവിന് വന്നു കാണും, ഞാൻ നല്ലതായതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഉടനെ ദൈവം കേൾക്കുന്നത്, ഞാൻ നല്ലതായതുകൊണ്ടാണ് ജനത്തിൻ്റെ കയ്യടി കിട്ടുന്നത്, എന്തെല്ലാം അത്ഭുതമോ. പ്രാർത്ഥിച്ച ഉടനെ വെള്ളം, പ്രാർത്ഥിച്ച ഉടനെ ആഹാരം, എല്ലാം കിട്ടിയത്. അത് മാത്രമല്ല, വലിയ തീ ഇറക്കിയവനാ. പക്ഷേ
ഒരിക്കലും വിശുദ്ധ തിരുവഴുത്തിൽ അത്ഭുതത്തിൻ്റെ കാര്യം, അടയാളങ്ങളുടെ കാര്യമല്ല വിശുദ്ധ തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാം തയ്യാറാകുന്ന നിമിഷം, അവിടെയാണ് ദൈവസാന്നിധ്യത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാൻ കിട്ടുന്നത്. പക്ഷെ അത്ഭുതം നടക്കുമ്പോൾ ഒരുപാട് കയ്യടികൾ കിട്ടിയേക്കാം, ഒരുപാട് പേര് നമ്മുടെ കൂടെ കാണും. അതൊക്കെ ഒരു അത്ഭുതത്തിൻ്റെ കാലമാണ്. ഇന്നും അത്ഭുതത്തിൻ്റെ പുറകെ നടക്കുന്നവരല്ലേ നമ്മളിൽ പലരും. നമ്മുടെ തലമുറകൾ പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും കേൾക്കുന്നവരാ. അവർ ലോകത്ത് ജീവിക്കുമ്പോൾ ഇതുപോലെയല്ലേ, പ്രാർത്ഥിച്ചാൽ ഉടനെ കയ്യിൽ കിട്ടണം, ചോദിക്കുന്നതെല്ലാം കിട്ടണം, ആരെ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അതെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടണം എന്നുള്ള ആവേശമല്ലേ ഇന്നത്തെ തലമുറയ്ക്ക്. ഇത് പകലും ഏലിയാവ് പറയുക, ബാലിൻ്റെ 450 പ്രവാചകന്മാരുടെ വെട്ടിക്കളഞ്ഞു. ഏലിയാവ് ഒരു കാര്യം ഓർത്തു, കർമ്മേലിൽ തീ ഇറക്കുമ്പോൾ, ദൈവം ആരാന്ന് തെളിയിക്കുമ്പോൾ ഒരു വലിയ സമൂഹം എൻ്റെ കൂടെ നിൽക്കും. എന്നാൽ ഏലിയാവിൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആകെ നിരാശയിൽ കൂടെ കടന്നുപോയി. ആഹാബിൻ്റെ ഭാര്യ ഈ വിഷമത്തിൻ്റെ പുറത്ത് ആഹാബിൻ്റെ ഭാര്യ ഇസബേൽ പറഞ്ഞു, നാളെ നേരത്തെ നിന്റെ തലയും എടുക്കും. ഇത്രയും അത്ഭുതം നടത്തിയ ഏലിയാവ് ആത്മീയതയിലേക്ക് മാറുവാൻ കഴിഞ്ഞില്ല. അത്ഭുതമല്ല ആത്മീയത. അപ്പം കിട്ടുന്നതും ആഹാരം കിട്ടുന്നതും തീ ഇറക്കുന്നതുമല്ല ആത്മീയതയുടെ അടയാളം. വിശന്നപ്പോഴും ദാഹിച്ചപ്പോഴും തീ ഇറക്കിയപ്പോഴും സത്യദൈവം ആരാണെന്ന് തെളിയിച്ചത് വലിയ അത്ഭുതം ചെയ്തതല്ലേ. ഇന്നും ആ ദൂതിൻ്റെ പുറകെയല്ലേ ലോകം. ദൈവവചനത്തിൻ്റെ അകത്തെ സത്യങ്ങൾ കേൾക്കാനോ ദൈവവചനം വിളിച്ചു പറയുന്നതിൻ്റെ സത്യങ്ങൾക്ക് കൈയടിക്കാനോ ഒന്നും ആരുമില്ലാത്ത ലോകമല്ലേ. വിശുദ്ധ ബൈബിളും അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ പുസ്തകമാക്കി മാറ്റിയില്ലേ. ഏലിയാവ് ചിന്തിക്കുന്നു, ഇസബേലിൻ്റെ വാളിനെ കർത്താവ് ഇല്ലാതാക്കുമെന്ന്. ഞാനും നിങ്ങളും അത്ഭുതത്തിൻ്റെ പുറകെ കൂടുമ്പോൾ നമ്മളും ചിന്തിക്കും, നമുക്കെതിരെ വരുന്ന പലതിനെയും, നമുക്കെതിരെ വരുന്ന പലരെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ, കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ എന്നെ ശാസിക്കുന്നവരുണ്ട്, എന്നെ നിന്ദിക്കുന്നവരുണ്ട്, ഞാൻ അറിയാത്ത കാര്യം പറയുന്നവരുണ്ട്. ഇവരെയൊക്കെ നമ്മുടെ മനസ്സിലെങ്കിലും ചിന്ത വന്നു കാണും. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ വേറെ, അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമെന്ന് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരാ. നമ്മൾ ആത്മീയമായി മാറിയാൽ നമുക്ക് നേരെ വരുന്ന വാളിനെ എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് നോക്കും. നമ്മുടെ കയ്യിൽ എത്ര വാളുണ്ടെങ്കിലും വാളുകൊണ്ട് നമുക്ക് ചില സമയത്ത് ജയിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ നമുക്ക് ജയിക്കാൻ പറ്റാത്ത ചില കാര്യം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ സാധിക്കും. നമ്മുടെ സമയം കിട്ടുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത്, ഒരു രാവിലെ വൈകിട്ട്, അതൊരു എന്താ പറയുന്നത്, ഒരു നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത് ചെയ്യുന്നത് പോലെയുള്ള പ്രാർത്ഥനയല്ല. ചില സമയങ്ങൾ ദൈവാത്മാവിൻ്റെ പ്രത്യേക ശക്തിയും ദൈവാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യവും കടന്നു വരുമ്പോൾ നമുക്ക് മാത്രമല്ല, ചില ദുഃഖിച്ചിരിക്കുന്നവർക്ക് വിടുതലിനും, ചില വേദനിക്കുന്നവരുടെ ആശ്വാസവും, ചില രോഗങ്ങളുടെ സൗഖ്യത്തിനും, ആത്മഹത്യയിലേക്ക് പോകുന്ന ചിലരുടെ വിടുതലിനുമായി നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എവിടെയൊക്കെയോ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. കർത്താവ് നമുക്ക് നേരെ വരുന്നതിനെ നോക്കും. അത്ഭുതമല്ല നമ്മളെ നടത്തുന്ന ഏലിയാവ് ചൂരച്ചിയുടെ തണലിൽ പോയി കിടന്നുറങ്ങി. കാരണം മതി കർത്താവേ, ജീവിതം വല്ലാതെയായി. ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയെന്ന് വേണേ പറയാം. എന്നാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം എൻ്റെ 5, 6, 7, 8 വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കും. ചൂരച്ചിയുടെ നടുവിൽ കിടക്കുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി. ഒരു പ്രാവശ്യമല്ല തട്ടിയത്, 2 പ്രാവശ്യം തട്ടിയിട്ട് പറയാ, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ബലത്തിൽ 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, എൻ്റെ എളിയ അറിവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമേ, നമ്മൾ ചില പ്രാർത്ഥനകൾ മണിക്കൂറൊന്നും പ്രാർത്ഥിക്കേണ്ട, വർഷങ്ങളൊന്നും പ്രാർത്ഥിക്കേണ്ട, ദിവസങ്ങളൊന്നും പ്രാർത്ഥിക്കേണ്ട. ഒരൊറ്റ പ്രാർത്ഥനയിൽ നമ്മുടെ ചില നാളുകളത്തെ വിശപ്പടക്കാൻ, നമ്മുടെ നാളുകളത്തെ ദാഹം മാറ്റാൻ കർത്താവ് ഇടപെടും. ഒരൊറ്റ ദിവസത്തെ വിശപ്പിന് വേണ്ടി ഒരൊറ്റ നേരത്തെ ആഹാരം കൊണ്ട് 40 രാവും 40 പകലും ഹോരേബോളം നടന്നു. അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ പുറകെ നടന്നാൽ പ്രതിസന്ധിക്കകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല. ദൈവശബ്ദം ഒരു പക്ഷേക്ക് പ്രാർത്ഥിക്കുന്നുണ്ടേ തീ ഇറക്കുമായിരിക്കും എന്നും അത് കേൾക്കണമെന്നില്ല. ഈ തിരുവഴുത്ത് ഒരിക്കലും നമ്മെ പഠിപ്പിക്കുന്നില്ല കഷ്ടതയില്ലെന്നും വേദനയില്ലെന്നും പ്രശ്നമില്ലെന്നും. നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നിർവഹിക്കാനുണ്ട്. നമ്മുടെ കലത്തിലെ മാവ് കൊണ്ടും നമ്മുടെ ഭരണിയിലെ എണ്ണ കൊണ്ടും നമ്മളോട് ചേർന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. പാപത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ചിലർക്ക് വേണ്ടി കരയാൻ, ഓരോ സ്റ്റെപ്പിലും ദൈവം നമ്മെ നടത്തുന്ന ചില വഴികൾ
ആ വഴികളിലൂടെ മറ്റുള്ളവരുടെ ദാഹം തീർക്കാനും നമ്മൾ പലപ്പോഴും പറയും ഒരു കൈത്തിരി പോലെ കത്തിയെരിയാൻ. ഈ കൈത്തിരി കത്തിയെരിയുമ്പോഴും ലോകം എല്ലാവർക്കും വെട്ടം കൊടുത്തുകൊണ്ടാണ് അത് കത്തിയെരിയുന്നത്. പാടാനെന്ത് എളുപ്പമാ അല്ലേ? മറ്റുള്ളവരുടെ സങ്കടമോ മാറ്റാനും നമുക്ക് കഴിയണം. നമ്മൾ നിന്നില്ലെങ്കിലും കർത്താവ് ചിലരെ ശേഷിപ്പിക്കും. പക്ഷേ സാമ്പത്തികമായി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും മറ്റുള്ളവർ വിളിച്ച് ഫോൺ എടുത്താൽ അല്പം ഒന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ആരും സംസാരിക്കുന്നില്ല. ചില നേരം ആരും സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നവരില്ല എന്ന് പലപ്പോഴും ഫോൺ വിളിക്കുമൊക്കെ കേൾക്കുവാനിടയായി തീർന്നു. എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്നൊരു വ്യക്തിയായി ദൈവത്തെ കാണരുതേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എപ്പോഴും തീ ഇറക്കുന്ന വ്യക്തിയായിട്ട് ദൈവത്തെ കാണല്ലേ. നമ്മുടെ കണ്ണിലൂടെ ദൈവത്തെ അളക്കാൻ ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമ്മളെ ഒന്ന് കാണാൻ ശ്രമിച്ചേ. ദൈവം ആരാണെന്നുള്ള തിരിച്ചറിയപ്പോൾ ദൈവം കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാൽ മനസ്സിലാകും. ദൈവം നമുക്ക് തരുന്നത് ഒരു ദിവസത്തേക്കുള്ള അല്ല. ചില ഉപവാസം, ചില പ്രാർത്ഥന, ചില ദൈവസന്നിധിയുള്ള നിലവിളി, അത് ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ മതി. ചില ദിവസങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തും. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. അവിടെ 40-21 ദിവസമായിട്ട് നമ്മൾ കാണുന്നില്ല. ക്ഷണത്തിൽ അവൻ്റെ വീട് വിട്ടിറങ്ങുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ഒരു സൗഖ്യം അവന് വേണ്ടി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, നിലവിളിക്കുന്ന, എൻ്റെ പ്രശ്നത്തിന് മാത്രം പരിഹാരമില്ലോ ചിന്തിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുക. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധി കരയാനും തയ്യാറാണെങ്കിൽ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രത്യേകത ഇതാണെന്നുള്ളത് ദൈവത്തിൻ്റെ തികവുള്ള വഴിയാ. ദൈവത്തിൻ്റെ തികവുള്ള വഴിയിൽ കൂടെ നടക്കാനാ നമ്മൾ ഉപവസിക്കുന്നേ. ഒറ്റ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ മരണം വരെയുള്ള ചില തിരിച്ചറിവുകൾക്കും മരണം വരെയുള്ള നമ്മുടെ കലത്തിലെ മാവ് കുറയാതെ, നമ്മുടെ ഭരണിയിലെ എണ്ണ കുറയാതെ ദൈവം നമ്മളെ നടത്തുന്ന ശ്രേഷ്ഠകരമായ ചില അനുഗ്രഹങ്ങളാണ്. ദൈവം നടത്തുന്ന വഴി ഇടുക്കമായിരിക്കാം, ഞെരുക്കമായിരിക്കാം. അവിടെ ചില കൂട്ടുകാരൊന്നും കാണത്തില്ല, സഹായികളൊന്നും വളരെ കാണത്തില്ല. പക്ഷേ ഒരുപാട് ഈ വഴി വളരെ ഇടുക്കം, ഞെരുക്കം. ആരിത് കടന്നിടുമോ? ആ വഴിയിൽ കൂടെ കടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് മോക്ഷത്തിൻ്റെ വഴി. ആകയാൽ ആ വഴിയിലൂടെ യാത്ര ചെയ്ത് കർത്താവ് വരാറെടുത്തു. കർത്താവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.